എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് ദൈവനാമത്തിൽ സ്നേഹവന്ദനം. യേശുക്രിസ്തുവിൻ്റെ ജീവിതകാലം BC എന്നും AD എന്നുമുള്ള കാലഗണനയുടെ മാറ്റം മാത്രമായിരുന്നില്ല. അന്ന് നിലവിലുണ്ടായിരുന്ന സാമൂഹിക പെരുമാറ്റച്ചട്ടങ്ങളുടെയും നിയമസംഹിതകളുടെയും മാറ്റത്തിൻ്റെ കാലഘട്ടം കൂടിയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൗത്യം തന്നെ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുക എന്നതായിരുന്നു. അതിന് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ യഹൂദന് പോലും അപ്രാപ്യമായ ദൈവരാജ്യത്തിൻ്റെ പ്രജയായി മനുഷ്യൻ മാറുന്നതിന് നിലവിലുണ്ടായിരുന്ന വിശ്വാസങ്ങളും സാമൂഹിക പെരുമാറ്റച്ചട്ടങ്ങളും മാറ്റി പ്രതിഷ്ഠിക്കേണ്ടതായി വരും. അതിനായി പുതിയ കൽപ്പനകൾ ആവശ്യമായി വന്നു. യോഹന്നാൻ 13-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം ഇപ്രകാരമാണ്: നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. യേശുവിൻ്റെ കൽപ്പനകൾ പ്രായോഗികമാണെന്ന് പ്രവർത്തിച്ച് കാണിച്ച അനേകം ദൃഷ്ടാന്തങ്ങൾ കാണാം. അത്തരമൊരു ദൃഷ്ടാന്തമാണ് ശിഷ്യന്മാരുടെ കാൽ കഴുകിയ സംഭവം. യോഹന്നാൻ 13-4-5 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു: അത്താഴത്തിൽ നിന്നും എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. പെസഹ ആചരിക്കുവാൻ ശിഷ്യന്മാരുമായി ഒന്നിച്ചു കൂടിയിരുന്നു സമയത്ത് യേശു എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി തുടച്ചു ചുംബിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു എന്ന് 13-14 വാക്യങ്ങളിൽ കാണാം. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന കൽപ്പനയ്ക്ക് ദൃഷ്ടാന്തമായി കർത്താവ് ഇത് ചെയ്തു. നിങ്ങൾ ശത്രുവിനെയും സ്നേഹിക്കണം എന്ന കൽപ്പനയ്ക്ക് ദൃഷ്ടാന്തമാണ് 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെയും സ്നേഹിച്ചു. അവസാനത്തോളം അവരെ സ്നേഹിച്ചു എന്നത് ശത്രുക്കളെ ഉദ്ദേശിച്ചാണ്. തന്നെ കാണിച്ചു കൊടുക്കാനുള്ള യൂദായെ അവസാനം വരെ കർത്താവ് സ്നേഹിച്ചു. ശിഷ്യന്മാരെ വിളിച്ചിരുത്തി കാൽ കഴുകിയതുപോലെ തന്നെ യൂദായെയും വിളിച്ചിരുത്തി അവൻ കാൽ കഴുകി തുടച്ചു ചുംബിച്ചു. 26-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ അപ്പകണ്ഠം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞിട്ട് കണ്ണം മുക്കി ശിമോൻ ഇസ്കരിയാത്തോവിൻ്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. പ്രിയ ദൈവമക്കളെ, അനുകൂലിക്കുന്നവരെയോ കൂടെ നിൽക്കുന്നവരെയോ സ്നേഹിപ്പാൻ ആർക്കും കഴിയും. അടുത്ത മണിക്കൂറിൽ 30 വെള്ളിക്കാശിന് യേശുവിനെ കാട്ടിക്കൊടുക്കുന്നവനെയും സ്നേഹിച്ച ദൈവസ്നേഹം നമുക്ക് മാതൃകയാകണമെന്ന് കർത്താവ് പ്രവർത്തിച്ച് കാണിച്ചു തന്നു. അരയ്ക്ക് തുവർത്ത് കെട്ടി ദാസ്യ രൂപത്തിൽ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയപ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്ന താഴ്മയുടെ ദൃഷ്ടാന്തം കൂടി നൽകുകയായിരുന്നു. വാക്യം ഇപ്രകാരമാണ്: ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. പ്രിയ ദൈവമക്കളെ, പ്രബോധനമോ പ്രസംഗമോ കൽപ്പനയോ മാത്രമല്ല, പറഞ്ഞതെല്ലാം പ്രായോഗികമെന്ന് തെളിയിച്ചു തന്ന സ്നേഹവാനായ യേശുക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കുകയും യേശുവിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്ത് ഈ ലോക ജീവിതത്തിൽ അനുഗ്രഹവും നിത്യജീവന്റെ അവകാശവും പ്രാപിപ്പാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവകൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.